ഹായ് ഓൾ. നവാഗത സംവിധായകനായിട്ടുള്ള കീർത്തീശ്വരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായിട്ടുള്ള ഡ്യൂഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഡ്യൂഡ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രദീപ് രംഗനാഥൻ, ലവ് ടുഡേ, അതേപോലെ തന്നെ ഡ്രാഗൺ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് ഡ്യൂഡ്. ഇതിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മമിത ബൈജു, അതേപോലെ ശരത് കുമാർ, രോഹിണി തുടങ്ങിയ ആൾക്കാരാണ്. പിന്നെ ഒരുപാട് യങ് ആക്ടേഴ്സ് വേറെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൽ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൻ കുരൽ എന്ന് പറയുന്ന രണ്ട് ബാല്യകാല സുഹൃത്തുക്കൾ, ബാല്യകാലം തൊട്ട് ഇപ്പം ഇന്ന് വരെ വളരെ ടൈറ്റ് ഫ്രണ്ട്സ് ആയിട്ട് പോകുന്ന അവർ കസിൻസ് ആണ് ആക്ച്വലി. അവരുടെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതല്ലാതെ തന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ, ഒരു എന്താ പറയുക കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ, കൈൻഡ് ഓഫ് എൻ്റർടൈനർ സിനിമയാണ് ഇത്. ഒരു പാക്കേജ് ആണ് ആക്ച്വലി. പക്ഷേ ഒരു ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓക്കേഷ് അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു വാച്ച്. ഒരു ഭയങ്കര ഹെവി അല്ലെങ്കിൽ ഇപ്പം ഡ്രാഗൺ, ലാസ്റ്റ് ഇറങ്ങി ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല അടിപൊളി ഒരു സിനിമയാണ്, വാവ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്ന സിനിമയാണെങ്കിൽ അത്രയ്ക്കില്ല, പക്ഷേ ഓക്കേഷ് ആണ്. ഇപ്പോൾ പ്രദീപ് രംഗനാഥൻ്റെ ഈ പറഞ്ഞ ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രദീപ് രംഗനാഥൻ്റെ ഒരു മാനറിസംസ് ഉണ്ടല്ലോ, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ ഒരു പെർഫോമൻസ്, ആ ഒരു എനർജി വൈബ് ഉണ്ടല്ലോ, അത് ഈ സിനിമയിലുണ്ട്. അങ്ങനത്തെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗുഡ് വാച്ചാണ്. അതായത് സ്ഥിരം ഇപ്പം നമ്മൾ മലയാളത്തിൽ ബേസിലിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബേസിലിന് സ്ഥിരം ചെയ്തു വരുന്ന ഒരു മാനറിസം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് പ്രദീപ് രംഗനാഥൻ്റെ ഈ കഴിഞ്ഞ 2 സിനിമകളിലും കണ്ടുവന്ന അതേ കൈൻഡ് ഓഫ് ഒരു സോണിൽ നിന്നുകൊണ്ട് എന്നാൽ ഒരുപാട് ഇമോഷൻസ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകളിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ആ കാര്യത്തിൽ പുള്ളി നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ഷോ സ്റ്റീലർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പുള്ളിയാണ്. പിന്നെ പുള്ളിയോടൊപ്പം തന്നെ ഇഞ്ചോടിഞ്ച് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ശരത് കുമാർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക സീനിയർ ആക്ടറാണ്. പുള്ളിക്ക് ഏത് റോളും ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ശരത് കുമാറിൻ്റെ 2 ഷെയ്ഡ് കാണിച്ചുകൊണ്ടുള്ള ഒരു ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മമിത ബൈജു ആയാലും തനിക്ക് കിട്ടി. ഇപ്പം തമിഴ് സിനിമയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ നായികമാർക്ക് പൊതുവെ വലിയ പ്രാധാന്യം കുറവായിരിക്കും, പക്ഷേ ഇതിൽ നായികയ്ക്ക് ഈക്വലി പ്രാധാന്യം. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ കുരൽ, അതേപോലെ കുരൽ എന്ന ക്യാരക്ടറാണ് മമിത ചെയ്തേക്കുന്നത്, അതേപോലെ അഗൻ എന്ന ക്യാരക്ടറാണ് പ്രദീപ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടുപേരുമാണ് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉള്ളത്. ഏകദേശം 2 മണിക്കൂർ 19 മിനിറ്റ് സിനിമയുണ്ട്. ആ ഡ്യൂറേഷനിൽ ഏകദേശം 2 മണിക്കൂറോളം ഇവർ രണ്ടുപേരും സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മമിതയ്ക്ക് കിട്ടിയെന്നുള്ളതും മമിത നല്ല രീതിയിൽ അത് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ളതും നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതിലേക്ക് വരുമ്പോൾ ഇതിൽ ഇമോഷണൽ സീൻസൊക്കെ മമിത നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ബഞ്ച് ഓഫ് ആൾക്കാർ, നമ്മൾ പോസിറ്റീവ് സൈഡ് ഇപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസേഷൻ, ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്ന, ഇതിൽ ആക്ടേഴ്സ് ഹു ആക്ടഡ് അല്ലെങ്കിൽ ഇത് പെർഫോമൻസ് ഹു പെർഫോംഡ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് തിങ്. അപ്പോൾ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സായി അഭയങ്കർ ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ലാസ്റ്റ് ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസ് എ വെരി ഗുഡ് എന്താ പറയുക ഒരു യങ് ബഡിങ് ടാലൻറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നല്ല രീതിയിലാണ് മ്യൂസിക് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഇതിലെ പാട്ട്, ഇതിലെ എൻ പേച്ചിലെ മുന്നിൽ ആ ഒരു പാട്ട് ത്രൂ ഔട്ട് സിനിമയിൽ നല്ല രീതിയിൽ പല സീനുകളിലും കിഡിലനായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ പൊളിറ്റിക്സ് ഒരു പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് എന്താ പറയുക, ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ വളരെ നല്ല രീതിയിൽ ഈ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു മെസ്സേജ് ഇത് കൺവേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ക്രിഞ്ച് സീൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ റൊമാൻറ്റിക് പാർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിഞ്ച് പലർക്കും തോന്നിയേക്കാം. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്ത് കുറേ എന്താ പറയുക ക്ലീഷേ ആയിട്ട് വരേണ്ട അല്ലെങ്കിൽ സ്ഥിരം കണ്ടുവരുന്ന സാധനങ്ങളെ എന്താ പറയുക മുറിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു കംപ്ലീറ്റഡ് മൂവിയാണിത്, പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് മൂവിയാണ്. ഇപ്പോൾ പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ തേപ്പ് കിട്ടുന്ന ഒരു വേർഷൻ കാണിക്കപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ എങ്ങനെ അത് സർവൈവ് ചെയ്യുന്നു എന്നുള്ള, ചിലപ്പം ഈ പറഞ്ഞ തേപ്പ് കിട്ടിയ ആളുമായിട്ടുള്ള പ്രതികാരം അല്ലെങ്കിൽ അവരോടുള്ള പക കൊണ്ട് സക്സസ് ആയി പോകുന്ന അങ്ങനത്തെ തരത്തിലുള്ള സ്ഥിരം ക്ലീശ സംഭവം അല്ല ഇതിന് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിൽ ചെയ്തേക്കുന്ന സംതിങ് ഡിഫറെൻറ്റ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷെ അത് ചെയ്തേക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഈസ് റിയലി ഗുഡ്. ആൻഡ് ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്, ഡയലോഗുകളിലൂടെ പറയുന്നുണ്ട്, മാനറിസത്തിലൂടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഇവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇവർ കൺവേ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സോഷ്യൽ ഇഷ്യൂ ഇതിൽ വളരെ നല്ല സെൻസിറ്റീവായി കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടുവരുന്ന പല സിനിമകളിലും കണ്ടുവരുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. എസ്പെഷ്യലി തമിഴ്നാട്ടിൽ ഇപ്പോഴും ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ. പക്ഷേ അത് നല്ല രീതിയിൽ ഇവർ എന്താ പറയുക അതിനൊരു നല്ലൊരു ഹൗ ടു ഓവർകം ദാറ്റ്, അല്ലെങ്കിൽ അത് ഒരു ഇഷ്യൂ അല്ല, ആ ഒരു ഇഷ്യൂ ആയിട്ട് കാണരുത് എന്നുള്ള രീതിയിൽ അത് ഫിനിഷ് ചെയ്ത് വെക്കുന്നതിൽ ഇതിൻ്റെ ടീമിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്.
പിന്നെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തേക്കുന്ന ആൾ, അതായത് ഭരത് വിക്രമനാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര അടിപൊളി, ഞാൻ റിയലി സൂപ്പറായിട്ട് എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു എഡിറ്റിംഗ് ആയിരുന്നു. കാരണം ഇതിൻ്റെ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ തല്ലുമാല സിനിമയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആപ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അജഗജാന്തരം എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ എന്ന് വെച്ചാൽ അവിടെ കയറി ഫൈറ്റിലൂടെയൊക്കെ അടിച്ച് എന്താ പറയുക ഫുൾ അങ്ങ് ഒരു ഇതാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൽ ഒരു ഇൻട്രോ സീൻ, അതായത് ഡ്യൂഡിൻ്റെ ടൈറ്റിൽ കാർഡും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര രസകരമായിട്ട്, അതായത് ഓക്കെ ഇതിൽ മോറലി ചിന്തിക്കുമ്പോൾ അത് രസമാണോ എന്നൊക്കെ നിങ്ങൾ തോന്നിയേക്കാം. പക്ഷേ വെൻ വി ആർ വാച്ചിങ് എ മൂവി നല്ലൊരു ഒച്ച അനക്കമൊക്കെ ഉണ്ടാക്കി നല്ലൊരു ഓളം ഉണ്ടാക്കിയിട്ട് ആ ഒരു ടൈറ്റിൽ കാർഡ്, അതായത് ഞങ്ങൾ അതിൻ്റെ ഒരു വരവറിയിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ടൈറ്റിൽ കാർഡും അതിൻ്റെ ഇൻട്രോയും വന്നേക്കുന്നത്. ആൻഡ് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് DOP വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കളറിങ് ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതും ഒരു ഭയങ്കര പോസിറ്റീവാണ് ഈ സിനിമയുടെ. അങ്ങനെ ഓവറോൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വിജയിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പം എന്താ പറയുക, നമ്മൾ വെൻ വി കമ്പയർ അതർ മൂവീസ് ഓഫ് പ്രദീപ് രംഗനാഥൻ, ലൈക്ക് ഡ്രാഗണൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അത്രയും എനിക്ക് എത്തിയില്ല. പക്ഷേ എന്ന് വെച്ച് മോശമല്ല, ഡീസൻറ്റ് വാച്ചാണ്. ആൻഡ് റീസെൻ്റ്ലി ഇറങ്ങിയത് ബാക്കി സിനിമകൾ കണ്ടിട്ടില്ല. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ തിയേറ്റർ വാച്ച് ഡിമാൻഡിങ് ആണോ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പൈസ പോകുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇല്ല. നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. പക്ഷേ പ്രദീപ് രംഗനാഥൻ ഇനി ട്രാക്ക് മാറ്റി മറ്റ് ട്രാക്കുകളും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബേസിലായാലും പൊന്മാനൊക്കെ പോലത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട് റീസെൻ്റ്ലി. അപ്പോൾ അങ്ങനത്തെ ട്രാക്ക് മാറ്റിയ നല്ലൊരു തമിഴ് ആക്ടറായിട്ട്, ബഡ്ഡിങ് ആക്ടറായിട്ട് നല്ലൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ പുള്ളിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ മമിത ബൈജുവിന് ഒരുപാട് ഇങ്ങനത്തെ ക്യാരക്ടർ റോളുകൾ മലയാള സിനിമകളിൽ ചെയ്യാൻ താൻ കേപ്പബിൾ ആണെന്ന് പ്രൂവ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറായിട്ട് തോന്നി. അപ്പോൾ ഓവറോൾ ഇറ്റ് വാസ് എ ഡീസൻറ്റ് വാച്ച് ഫോർ മീ. താങ്ക് യു.